നമസ്കാരം. ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനായ ഗവർണർക്ക് എന്തെല്ലാം അധികാരങ്ങളുണ്ട്? ഈ അധികാരങ്ങളെക്കുറിച്ചൊന്നും മുമ്പ് ഒരിക്കലും ചർച്ചയായിട്ടില്ല. ഇപ്പോൾ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, അതുപോലെ തമിഴ്നാട് ഗവർണർ രവി, വെസ്റ്റ് ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് ഇവർ ഗവർണർമാരായപ്പോഴാണ് ഗവർണർമാർക്ക് എന്തെല്ലാം അധികാരമുണ്ട് എന്നുള്ള കാര്യം സാധാരണക്കാർക്ക് മനസ്സിലായത്. പക്ഷേ അതത് സർക്കാരുകൾക്ക് അത് അറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല, അത് മനസ്സിലാക്കിയല്ല പല സർക്കാരുകളും പെരുമാറുന്നത്, പ്രത്യേകിച്ചും കേരളത്തിലെ സർക്കാർ. കഴിഞ്ഞ ദിവസമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ പശ്ചിമ ബംഗാളിൽ ആക്രമിക്കുകയും അവരുടെ വാഹനം തകർക്കുകയും ഒക്കെ ചെയ്തത്. ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യാൻ, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. ഇപ്പോൾ പശ്ചിമ ബംഗാൾ ഗവർണറും മലയാളിയുമായ ഡോക്ടർ CV ആനന്ദബോസ് അദ്ദേഹം പ്രത്യേക നിർദ്ദേശം, ഗവർണറുടെ അധികാരപ്രകാരമുള്ള ഒരു പ്രത്യേക നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഷാജഹാൻ ഷെയ്ഖിനെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ബംഗാൾ ഗവർണർ. ബംഗാൾ സർക്കാരിനാണ് ഗവർണർ ഈ നിർദ്ദേശം നൽകിയത്. രാജ്ഭവനിലെ പീസ് റൂമിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ഗവർണർ ഇത്തരമൊരു നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് നൽകിയത്. ഷാജഹാൻ ഷെയ്ഖിന് രാഷ്ട്രീയക്കാരുടെ പിന്തുണയും ചില പോലീസുകാരുടെ ഒത്താശയുമുള്ളതായി രാജ്ഭവനിലെ പീസ് റൂമിൽ പരാതി ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റാരോപിതനെ ഉടൻ അറസ്റ്റ് ചെയ്യാനും അക്കാര്യം അറിയിക്കാനും ഗവർണർ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. ഇയാളെ കിട്ടിയില്ലെങ്കിൽ എവിടെയെന്ന് ഉടൻ കണ്ടെത്തി തുടർ നടപടികൾ സ്വീകരിക്കണം, ഷാജഹാൻ ഷെയ്ഖിന്റെ ഭീകരബന്ധം അന്വേഷിക്കണം എന്നാണ് ലഭിച്ച പരാതിയെന്ന് ബംഗാൾ രാജ്ഭവൻ പ്രസ്താവനയിൽ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഷാജഹാൻ ഷെയ്ഖിന്റെ വീട്ടിൽ പരിശോധനയ്ക്കായി എത്തിയ ED സംഘത്തെയാണ് ജനക്കൂട്ടം ആക്രമിച്ചത്. 1000-ഓളം പേരാണ് ഷാജഹാൻ ഷെയ്ഖിന്റെ വീടിന് സമീപത്ത് വെച്ച് ED സംഘത്തെ ആക്രമിച്ചത്. റേഷൻ വിതരണ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് ED ഷാജഹാനെതിരെ അന്വേഷണം നടത്തുന്നത്. അതിൻ്റെ തുടർ നടപടികൾക്കായിട്ടാണ് അയാളുടെ വീട്ടിലേക്ക് ED സംഘം പോയത്. ആക്രമിച്ച ജനക്കൂട്ടം ഉദ്യോഗസ്ഥരുടെ പക്കലുള്ള പണവും ഫോണുകളും ലാപ്ടോപ്പുകളും മോഷ്ടിച്ചു എന്ന് ED ആരോപിച്ചിരുന്നു. ഉദ്യോഗസ്ഥരെ വധിക്കുകയായിരുന്നു ആൾക്കൂട്ടത്തിന്റെ ലക്ഷ്യമെന്നും ED വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ ഷാജഹാൻ ഷെയ്ഖിനെതിരെ ED ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ലുക്കൌട്ട് നോട്ടീസ് രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങൾക്കും അതിർത്തി രക്ഷാ സേനകൾക്കും അയച്ചു കൊടുത്തു. കഴിഞ്ഞ വർഷം ജൂണിലാണ് ബംഗാൾ രാജ്ഭവനിൽ പീസ് റൂം സജ്ജമാക്കിയത്. രാജ്ഭവന്റെ 1-ാം നിലയിൽ പ്രവർത്തിക്കുന്ന പീസ് റൂമിലേക്ക് പൊതുജനങ്ങൾക്ക് പരാതികൾ അറിയിക്കാം. ഇതിനായി ഹെൽപ്പ് ലൈൻ നമ്പറും ഇമെയിൽ ID ഉണ്ടാക്കിയിട്ടുണ്ട്. നിരവധി പരാതികളാണ് ബംഗാൾ രാജ്ഭവന്റെ ഈ പീസ് റൂമിലേക്ക് അനുദിനം വന്നുകൊണ്ടിരിക്കുന്നത്. കഴിയാവുന്നത്ര നടപടികളിൽ കൃത്യമായ നടപടി എടുക്കുമെന്ന് ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് വ്യക്തമാക്കി.